നമസ്കാരം. വിവാഹിതനായ യുവാവുമായി ഇൻസ്റ്റഗ്രാമിലൂടെ പ്രണയം. വീട് വിട്ടിറങ്ങിയ യുവതി കാമുകനൊപ്പം താമസം ആരംഭിച്ചു. പിന്നീട് യുവാവിൻ്റെ ഭാര്യയുമായി തർക്കം. ഒടുവിൽ എല്ലാം അവസാനിച്ചത് ക്രൂരമായ കൊലപാതകത്തിൽ. ഭോപ്പാലിലെ നിഷാദ്പുരയിലെ ആളൊഴിഞ്ഞ സ്ഥലത്തെ സെപ്റ്റിക് ടാങ്കിൽ നിന്നും യുവതിയുടെ ജീർണിച്ച മൃതദേഹം കണ്ടെടുത്തതോടെയാണ് കൊലപാതകത്തിൽ അവസാനിച്ച ഒരു പ്രണയകഥ വെളിച്ചത്ത് വന്നത്. ഭോപ്പാലിലെ നിഷാദ്പുരയിൽ വ്യാഴാഴ്ച വൈകുന്നേരം സെപ്റ്റിക് ടാങ്കിൽ നിന്ന് 33-കാരിയുടെ ജീർണിച്ച മൃതദേഹം കണ്ടെടുക്കുകയായിരുന്നു. മഹാരാഷ്ട്രയിലെ ഗോണ്ടിയ ജില്ലയിൽ നിന്നുള്ള സിയ എന്ന് വിളിക്കുന്ന അഷ്റഫി എന്ന യുവതിയാണ് കൊല്ലപ്പെട്ടത്. വിവാഹിതനായ കാമുകൻ സമീർ യുവതിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. തെളിവ് നശിപ്പിക്കുന്നതിനായി മൃതദേഹം ഒരു ഇരുമ്പ് പെട്ടിയിലാക്കി തന്റെ വീടിന് സമീപമുള്ള ഒരു സെപ്റ്റിക് ടാങ്കിൽ തള്ളുകയായിരുന്നു യുവതിയുടെ കാമുകൻ. ഏകദേശം 1 വർഷം മുമ്പ് ഇൻസ്റ്റഗ്രാം വഴിയാണ് സിയയും ആൺസുഹൃത്ത് സമീറും പരിചയപ്പെടുന്നത്. ഇവരുടെ ഓൺലൈൻ സൗഹൃദം പിന്നീട് പ്രണയമായി മാറി. 3 മാസം മുമ്പ് സമീറിനൊപ്പം ജീവിക്കാൻ സിയ മഹാരാഷ്ട്രയിൽ നിന്ന് വീട് വിട്ട് ഭോപ്പാലിലേക്ക് മാറുകയും ചെയ്തു. വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമായ സമീർ തന്റെ വ്യക്തിജീവിതത്തെക്കുറിച്ചുള്ള പല കാര്യങ്ങളും സിയയിൽ നിന്ന് മറച്ചു വെച്ചിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. സമീറിന്റെ വീട്ടിൽ സിയ താമസിക്കാൻ തുടങ്ങിയതോടെ കാര്യങ്ങൾ വഷളായി. സിയ സമീറിന്റെ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയതോടെ സമീറിന്റെ ഭാര്യയുമായി തർക്കങ്ങളുണ്ടായി. ഇരുവരും തമ്മിൽ വഴക്കുകൾ നടക്കാറുണ്ടായിരുന്നുവെന്നും അയൽവാസികൾ പോലും ഇത്തരം ബഹളങ്ങൾക്ക് സാക്ഷികളായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. തന്നെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ട് സിയ സമീറിന് മേൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. വിവാഹം കഴിക്കാൻ തയ്യാറായില്ല എങ്കിൽ 5 ലക്ഷം രൂപ നൽകണമെന്നും അല്ലാത്തപക്ഷം താൻ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും സിയ ഭീഷണിപ്പെടുത്തിയിരുന്നതായും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. പ്രശ്നങ്ങൾ സഹിക്കവയ്യാതെ സമീറിന്റെ ഭാര്യ ജബൽപൂരിലുള്ള സ്വന്തം വീട്ടിലേക്ക് ഒടുവിൽ മാറി താമസിക്കുകയും ചെയ്തു. തിങ്കളാഴ്ച വൈകുന്നേരം ഇരുവരും തമ്മിലുണ്ടായ രൂക്ഷമായ തർക്കം അക്രമത്തിൽ കലാശിക്കുകയായിരുന്നു. പ്രകോപിതനായ സമീർ സിയയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. തെളിവ് നശിപ്പിക്കുന്നതിനായി തന്റെ സഹോദരൻ, അമ്മ, സഹോദരി എന്നിവരുടെ സഹായവും സമീർ തേടിയതായും പോലീസ് പറയുന്നു. യുവതിയെ കൊലപ്പെടുത്തിയതിനു ശേഷം മൃതദേഹം ഒരു ഇരുമ്പ് പെട്ടിയിലാക്കി തിങ്കളാഴ്ച രാത്രിയോടെ വീടിനടുത്തുള്ള വിജനമായ സ്ഥലത്തെ സെപ്റ്റിക് ടാങ്കിൽ തള്ളുകയായിരുന്നു. വ്യാഴാഴ്ച പ്രദേശത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ദുർഗന്ധം അനുഭവപ്പെട്ടതായി വെളിപ്പെടുത്തി. തുടർന്ന് നടത്തിയ തിരച്ചിലാണ് സംഭവം പുറത്തറിയുന്നത്. ടാങ്കിൽ ഒരു ഇരുമ്പ് പെട്ടി പൊങ്ങിക്കിടക്കുന്നത് കണ്ട് നാട്ടുകാർ പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പെട്ടിക്കുള്ളിൽ സിയയുടെ ജീർണിച്ച മൃതദേഹം കണ്ടെടുക്കുന്നത്. മൃതദേഹം അഴുകിയ നിലയിലായിരുന്നതിനാൽ മുറിവുകൾ വ്യക്തമായിരുന്നില്ല. എന്നാൽ കയ്യിലെ വിളക്കിന്റെ ടാറ്റുവും ജനന തീയതി എന്ന് കരുതുന്ന 26 മെയ് 1992 എന്ന അടയാളവും വെച്ച് പോലീസ് സിയയെ തിരിച്ചറിഞ്ഞു. മൃതദേഹത്തിന് 3 മുതൽ 4 ദിവസം വരെ പഴക്കമുണ്ടെന്നും ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാകാമെന്നുമാണ് പ്രാഥമിക നിഗമനമെന്നും നിഷാദ്പുര ഇൻസ്പെക്ടർ മനോജ് പട്വ പറഞ്ഞു. പ്രതിയായ സമീർ ഇപ്പോഴും ഒളിവിലാണ്. എന്നാൽ മൃതദേഹം ഒളിപ്പിക്കാൻ സഹായിച്ചതിന് സമീറിന്റെ അമ്മ, സഹോദരൻ, സഹോദരി എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സമീറിന്റെ ഭാര്യയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഫോറൻസിക് പരിശോധനയ്ക്കും പോസ്റ്റ്മോർട്ടത്തിനും ശേഷം മാത്രമേ കൊലപാതകത്തെക്കുറിച്ചുള്ള കൂടുതൽ വ്യക്തത ലഭിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലുമായി സിയ മുൻപ് 3 തവണ വിവാഹം കഴിച്ചിരുന്നതായി പോലീസ് പറയുന്നു. എങ്കിലും നിലവിലെ കൊലപാതകത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾക്കും കുറ്റവാളികളെ പിടികൂടുന്നതിനുമാണ് ഇപ്പോൾ മുൻഗണന നൽകുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. ഫോറൻസിക് റിപ്പോർട്ടുകളും പോസ്റ്റ്മോർട്ടം ഫലങ്ങളും പുറത്തു വരുന്നതോടെ മാത്രമേ കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണവും കൃത്യം നടന്ന രീതിയും പൂർണ്ണമായി വ്യക്തമാകൂ എന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി.